വൈക്കത്തഷ്ടമി എന്ന് പറഞ്ഞാൽ വൈക്കംകാർക്ക് മാത്രമല്ല, മൊത്തം കോട്ടയത്തിൻ്റെ ഒരു വികാരം കേട്ടോ. എല്ലാ തവണയും വൈക്കത്തഷ്ടമി വരാൻ നമ്മളെല്ലാവരും കാത്തിരിക്കും കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷമായിട്ട് എല്ലാവർക്കും ഒന്ന് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മിക്കവാറും രാത്രികളിലാണ് ഇങ്ങനെ പോകാറ്. അപ്പം അങ്ങനെ ചെന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുതിട്ട് പിന്നെ ഒരറ്റത്തുനിന്ന് നമ്മളങ്ങ് തുടങ്ങും. എല്ലാം കണ്ട് അവിടെ ഇവിടെയൊക്കെ കയറി. ഇത്തോടെ ഞങ്ങൾ കൂടുതൽ നേരം, ഞങ്ങളൊരു 6 മണിക്ക് പോയിട്ട് തിരിച്ചൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. കുറേ നേരം അവിടെയൊക്കെ നടന്നു. പക്ഷേ എല്ലാ തവണത്തെ അത്രയും കടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. ഇത്തവണ എല്ലാ മെയിൻ സംഭവങ്ങളെല്ലാം ബീച്ചിൻ്റെ അവിടെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്, ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ തുടങ്ങാമെന്ന് ഓർത്ത് അങ്ങനെ നടക്കുമായിരുന്നു. അതിലൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. അച്ഛൻ്റെ പിന്നെ മെയിൻ സാധനമാണ് കടല. ഇവിടെ പോയാലും അച്ഛൻ അത് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ അച്ഛൻ കടലയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ അതുമൊക്കെ കുറച്ച് അങ്ങ് നടക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ബീച്ചിൻ്റെ അവിടെ തന്നെയാണ്. അവിടെ ഇത്തവണ വേറെ കുറേ ആനിമൽ ഇത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ.